നമസ്കാരം. സച്ച ഭാരതിലേക്ക് സ്വാഗതം. ഇലക്ഷൻ്റെ കുറച്ച് ന്യൂസുകൾ കൂടി അനലൈസ് ചെയ്യാനുള്ള ഒരു അവസരത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ പോക്കും മതേതരത്വത്തിൻ്റെ പോക്കും എന്താണെന്നുള്ള രണ്ട് വ്യത്യസ്തമായ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. എന്താണ് മതേതരത്വം എന്ന് പറയുന്നത്? മതേതരത്വം മതങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ശക്തമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും പോക്കുമാണ്. പക്ഷെ അത് ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. മതേതരത്വം ചിലർക്ക് വേണ്ടി മാത്രം ആണ് എന്നുള്ള ഒരു ചിന്താധാര നമ്മുടെ മനസ്സിലുണ്ട്. ഏറ്റവും ഉത്തമമായ ഒരു മാതൃക കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജൂൺ 4 പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പിൽ അയോധ്യയിലെ ഫൈസാബാദിലെ അയോധ്യയിൽ BJPയുടെ ലല്ലു സിംഗിനെ 54,500 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് SPയുടെ അവധേഷ് പ്രസാദ് വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. 500 വർഷം കാത്തിരുന്ന രാമക്ഷേത്രം നിർമ്മിക്കുവാൻ അതിനുവേണ്ടി പ്രയത്നിച്ച പാർട്ടിയെ നിഷ്കരുണം തോൽപ്പിച്ചുകൊണ്ട് 54,500 വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് അയോധ്യയിലെ ഹിന്ദുക്കൾ മതേതരത്വത്തിന് ഉത്തമമായ മാതൃക കാണിച്ചിരിക്കുന്നു. അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മതേതരത്തിൻ്റെ ഉത്തമമായ മാതൃക എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ അവിടെയുള്ളവർ എന്താണ് ചിന്തിച്ചിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതാണോ യഥാർത്ഥത്തിൽ മതേതരത്വത്തിൻ്റെ മാതൃക? അവരുടെ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയായിരുന്നു? രാമക്ഷേത്രത്തിന് വേണ്ടിയായിരുന്നു. ആ രാമക്ഷേത്രം സാർത്ഥകമാക്കിയപ്പോൾ അവർ പിന്നീട് അതിന് സഹായിച്ചവരെ വേണ്ട എന്നുള്ളതിലേക്ക് പോയി. എന്ത് ചിന്തയാണ് ഇവരെ ഇങ്ങനെ മുന്നോട്ട് നയിച്ചത്? അവിടെ ഉണ്ടാക്കിയെടുത്ത വൻ വികസനങ്ങൾ, അവർക്കുണ്ടാവാൻ പോകുന്ന വലിയ ലാഭങ്ങൾ, വിശ്വാസങ്ങൾക്കപ്പുറമായി അയോധ്യ നഗരം ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വളർന്നതൊക്കെ അയോധ്യ നിവാസികൾ ഒരു ക്ഷണനേരം കൊണ്ട് മറന്നു കളഞ്ഞു. അതാണ് ഒരു ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഒരു കഥ കൂടി നമുക്ക് പറയാനുണ്ട്. UPയിലെ രാംപൂരിലേക്ക്, അവിടെ ആ രാംപൂർ എന്ന ഡിസ്ട്രിക്റ്റിൽ ഒരു പോളിംഗ് ബൂത്ത് ഉണ്ട്. ആ പോളിംഗ് ബൂത്തിൽ 100% മുസ്ലിം സമുദായക്കാരാണ്. അവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ പോൾ ചെയ്ത വോട്ട് 2322 വോട്ടാണ്. പോൾ ചെയ്ത 2322 വോട്ടിൽ മുഴുവനും കോൺഗ്രസിന് ലഭിച്ചു എന്നുള്ളതാണ് തമാശ. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം 532 വീടുകൾ അവിടെ പണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പൂർണ്ണമായും മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ കൊടുത്ത 532 വീട്ടിലെ ഒരാൾ പോലും നരേന്ദ്രമോദിയുടെ BJPക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്തത് എന്നും നമ്മൾ ചിന്തിക്കണം. നരേന്ദ്രമോദി പറയുന്ന സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്ന ആ പ്രയോഗങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ സബ്കാ വിശ്വാസ് എന്ന ആ ചോദ്യം, ആ പറച്ചിൽ യാഥാർത്ഥ്യത്തിൽ സാധ്യമാകുമോ എന്ന് ചിന്തിക്കേണ്ടത് BJPയുടെ കേന്ദ്ര നേതൃത്വമാണ്. മതേതരത്വം എവിടെയാണ് പുത്തുലഞ്ഞത്? അയോധ്യയിലാണോ അതോ പുത്തുലഞ്ഞത് റാംപൂരിലെ ഈ ബൂത്തിലാണോ? പൂർണ്ണമായും BJPയെ 532 വീടുകൾ നൽകിയ ഭാരതീയ ജനതാ പാർട്ടിയെ പൂർണ്ണമായും അവിടുത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് സ്വീകരിക്കുന്ന സൗകര്യങ്ങൾക്കും രാജ്യത്തിൻ്റെ നന്മയ്ക്കും മുകളിൽ മതം എന്ന പ്രതിഭാസം അങ്ങനെ പാറിക്കളിക്കുമ്പോൾ സ്വാഭാവികമായും സബ്കാ വിശ്വാസ് എന്ന പ്രയോഗം ശരിയാകുമോ എന്ന് മതേതര ഇന്ത്യ ഇരുത്തി ചിന്തിക്കേണ്ടത്. ജയ് ഹിന്ദ്.